നമസ്കാരം. നമസ്കാരം ചേട്ടാ ADM നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഉള്ള ഹർജി ഉണ്ടല്ലോ, അതിൽ വിധി എപ്പോൾ വരും? അതിനി ഹൈക്കോടതി CBIക്ക് വിടോ? എന്താണ് അതിൻ്റെ ഒരു വരാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്? അതായത് നമ്മുടെ ഹൈക്കോടതിയിലെ ജയശങ്കർ സാറിനെ പോലെയൊക്കെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മുടെ സാറൊക്കെ സംസാരിച്ചതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ചിലപ്പോൾ 25-ന് മുന്നേ തന്നെ ഇതിനെ സംബന്ധിച്ച വിധി വന്നേക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഹൈക്കോടതി ഇങ്ങനെ ഒരു സസ്പെൻസിലാണ്. 27 എന്നൊക്കെ പുറമെ പറയുന്നെങ്കിലും ഇതൊരു പ്രമാദമായ കേസ് ആയതുകൊണ്ട് അതിനു മുമ്പ് തന്നെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രീത ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഇത് CBIക്ക് തന്നെ പോകുമോ എന്നുള്ളത്. CBIക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ CBIക്ക് പോകുന്നതിനുള്ള ചാൻസ് ചിലപ്പോൾ കുറവാവാനും സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഇത് സർക്കാർ പ്രതിയായി വരുന്ന ഒരു കേസായി തന്നെ പോവുകയാണ്. സർക്കാർ പ്രതിയായി വരുന്ന ഒരു കേസ്, അതും ഇത്തരത്തിലൊരു പ്രമാദമായ കേസ്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി, സർക്കാർ പ്രതി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ സർക്കാരിൽ വരുന്നത്. അപ്പോൾ CPM പാർട്ടിക്കാർ മാത്രമല്ലേ മന്ത്രിമാരായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സർക്കാർ എന്ന് പറയുന്നതിലൊരു തെറ്റുണ്ട്. അപ്പോൾ ഈ CPM പാർട്ടി അല്ല പ്രമുഖമായ പാർട്ടി പ്രതിയായി വരുന്നത് കൊണ്ട് ഈ വിഷയം ശരിക്കും കോടതിക്ക് തീരുമാനമെടുക്കുന്നതിൽ രണ്ടിലൊന്ന് ചിന്തിക്കേണ്ടി വരും. കാര്യം കോടതിയിൽ ഇത്തരത്തിൽ ഈ വിഷയത്തിന്റെ ചർച്ച വന്ന സമയത്ത് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രീയമായ ഒരു അന്വേഷണം ഇതുവരെ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അതായത് SIT എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘം ഇതുവരെ ശാസ്ത്രീയമായ ഒരു രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു കൊലപാതക കേസ് എന്നല്ല, ഒരു മോഷണ കേസായാലും CCTV ദൃശ്യങ്ങൾ ഒരു നിർണായക പങ്കുണ്ട്. അപ്പോൾ അതിൽ CCTV ദൃശ്യങ്ങൾ മുതൽ ഈ മരിച്ച മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ ആശുപത്രിയിൽ സാധാരണ ഏതൊരു മനുഷ്യൻ മരിച്ചാലും, ആത്മഹത്യയാണെങ്കിലും അല്ലാതുള്ള മരണമാണെങ്കിലും ഒരു നിശ്ചിത കാലയളവിൽ ഈ ആന്തരിക അവയവങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അൺനാച്ചുറൽ ഡെത്തിനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് പിന്നീട് പോലീസ് അന്വേഷണം വന്ന് പോലീസ് ആ ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതങ്ങനെ ഒരു കാര്യവും പോലീസ് ചെയ്തിട്ടില്ല. കാരണം ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞാണ് പോലീസ് ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നത്. അപ്പോൾ ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ സർക്കാരിന്റെ വീഴ്ചയാണ് വരുന്നത്. അപ്പോൾ കോടതിക്ക് ഈ കൗസർ എടപ്പകത്ത് എന്ന ജഡ്ജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള അപ്രോച്ചിൽ അദ്ദേഹത്തിന് ഈ കേസ് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിനും കേരള സമൂഹത്തിനും ഹൈക്കോടതി എന്ന വലിയ നീതിപീഠത്തിനും ആഗ്രഹം. പക്ഷേ ഇത് CBIക്ക് കൊടുത്താൽ കേരള സർക്കാർ വേറൊരു തരത്തിൽ അപ്പീലിന് പോവില്ല എന്ന് നമുക്ക് എങ്ങനെ കരുതാം? കേരള സർക്കാർ ഇതിന് മറുത്തൊരു അപ്പീലിന് പോകാൻ, ഇവർക്കെതിരെ മറുത്ത് വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാൻ സാധ്യത ഉണ്ടാകില്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കാര്യം SIT എന്നൊരു സംഘടന ഒരു രൂപീകരിച്ച് ഞങ്ങൾ ഇത് അന്വേഷിച്ചു, അതിൽ ഞങ്ങളിത് നിർത്തുന്നില്ല. ഞങ്ങളിത് മറ്റൊരു സംഘത്തെ കൂടി, ഞങ്ങൾക്കിവിടെ ക്രൈംബ്രാഞ്ച് ഉണ്ട്. എന്തിനും ഏതിനും ഒരു സാധാരണ പോലീസ് അന്വേഷിച്ച ഉടനെ 8 പടി 10 പടി മേളിൽ നിൽക്കുന്ന CBIയിലേക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞു വിടും എന്നൊരു ചോദ്യം ഇവർക്ക് ചോദിക്കാം. കാര്യം ഇവർ ചുമ്മയല്ല ലക്ഷങ്ങൾ മുടക്കി സർക്കാരിന് വേണ്ടി വക്കീലുണ്ട്, സർക്കാരിന്റെ വക്കീലുണ്ട്. ഈ പ്രോസിക്യൂഷൻ അല്ല, സർക്കാരിന്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വക്കീലുണ്ട്. ആ വക്കീൽ ചുമ്മാ ഇരിക്കൂ, ഇവർ സമ്മതിക്കൂ. അപ്പൊ ഇവർ നിയമോപദേശം തേടും. അപ്പൊ അങ്ങനെ ഈ ജഡ്ജ് ഇത് പോട്ടെ എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധി ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇവർ ഹൈക്കോടതിയിലായിരിക്കില്ല പറയുക, ഇവർ സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ ഈ ജഡ്ജിന് ഇതുവരെയുള്ള കരിയറിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പേരിന് ദോഷം വരും. അദ്ദേഹം എന്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് എടുത്തു എന്ന് അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് ഒരു ചോദ്യം വരും. അതുകൊണ്ട് അദ്ദേഹം ഇത് ആലോചിച്ചും കണ്ടുമേ തീരുമാനിക്കുള്ളൂ. ഇതൊരു പൊതുവികാരമാണ്, സെൻസേഷണലാണ് ഈ സാധനം. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും എന്നാണ് നമുക്ക് കോടതി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൽ പ്രീത തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ സർക്കാരിനെ സംബന്ധിച്ച് സംശയം ചോദിക്കട്ടെ. അപ്പോ സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോകുന്നതിനെ പറ്റി പറയുന്നു. സർക്കാർ പോയേക്കാം ഒരു വേള, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ ഒരു മറു പെറ്റീഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ന്യായമായ അവരുടെ ആവശ്യം പരിഗണിച്ചിട്ടില്ലെങ്കിൽ, ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവർ തിരിച്ചും സുപ്രീം കോടതിയിലേക്ക് അവർക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ വിധി അവർക്ക് അനുകൂലമല്ലെങ്കിൽ ഞങ്ങൾക്ക് കേരള സർക്കാരിന്റെ പോലീസിന്റെ ഒരു അന്വേഷണത്തിലും, ക്രൈംബ്രാഞ്ചും വേണ്ട, ഇനി വേറെ ആരും വേണ്ട, ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് അവർ പോവുകയാണെങ്കിൽ ഈ കേസ് നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകും. ഒരു വേള ഇത് കേരള സർക്കാരിന് വരാവുന്ന ഏറ്റവും വലിയൊരു അപമാനവുമായിരിക്കും. കാര്യം നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാലേ, ഈ സർക്കാർ ഇല്ലാത്ത എല്ലാ കാര്യത്തിനും നിയമോപദേശം തേടി എവിടം വരെ പോയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ,
ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് പറഞ്ഞു. അതായത് ഈ കാശ് കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ, ഞങ്ങൾ സംസ്ഥാനത്തിന് ജീവിക്കാനുള്ള കാശ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം, അതൊക്കെ നാളിതുവരെ ഒരു സർക്കാർ കേന്ദ്രത്തിനെതിരെ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് പോയതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? എൻ്റെ പരിമിതമായ അറിവിൽ, ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്, എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു കാര്യം. രണ്ട്, ഈ SFI ഞാഞ്ഞൂല് പിള്ളേർ, SFI കൊച്ചു പിള്ളേർ, ഈ പിള്ളേർ ചെന്നിട്ട് ആരോടെ അടിയുണ്ടാക്കി? ഈ ഗവർണറുടെ കൂടെ. എന്നിട്ട് അതിനെതിരെ ആ വിരോധം വെച്ചുകൊണ്ടാണോ സർവകലാശാല നിയമനത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതി പോയിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെ പോകാൻ പിന്നെ വേറൊന്നുകൂടെ പരമപ്രധാനം നമുക്ക് പറയാൻ പറ്റും. കാര്യം ഇവരുടെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നിങ്ങളുടെയും എന്റെയും നികുതി പണം എടുത്തിട്ട് കേസ് ബാധിക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ. എവിടെ? സുപ്രീം കോടതിയിൽ വരെ. അപ്പോ ഒരു വേള പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരു വേള ഇത് തെളിയിക്കപ്പെട്ടാൽ അവരുടെ തന്നെ ആൾക്കാരാണ് കൊന്നു എന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് തൊലിക്ക് ഒരു ഉളുപ്പും ഉണ്ടാവില്ല. അത് പണ്ടേ ഇല്ല ഏട്ടാ, ഇവർക്ക് ഒരു നാണക്കേടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച, ആദ്യത്തെ ചർച്ചയിൽ നിങ്ങൾ PPP ദിവ്യയെ രക്ഷിക്കാനായി പറഞ്ഞതുപോലെ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ എത്ര വെട്ടിയാണ് മൃഗീയമായ ആ മനുഷ്യന്റെ ആശയ സമരത്തിന്റെ പേരിൽ ഇവർ ചെയ്തതെങ്കിൽ ഈ കേസിൽ പ്രതിയെ ഇനി കണ്ടുപിടിച്ചാൽ പോലും കേരള സമൂഹം ഞെട്ടുമായിരിക്കും. ഇത് വെട്ടിക്കൊല്ലാതെ അവർ വളരെ പ്ലാൻഡ് ആയിട്ട് ഈ വിഷം കൊടുത്ത് കൊന്നു എന്നുള്ളതൊക്കെയാണല്ലോ ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൊന്നു കെട്ടിത്തൂക്കി അവർ ക്ലീൻ ആയിട്ട് അത് ഒഴിവാക്കി. അദ്ദേഹത്തെ വെട്ടാനും കുത്താനും നിന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇത് പറയുമ്പോഴേ വിഷം കൊടുത്ത് കൊന്നു എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പൊ അന്വേഷണത്തിൽ അങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇതെങ്ങനെയെന്നറിയോ? ഇതൊക്കെ ലോക കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലെ പ്രതിയോഗികളെ പാർട്ടിക്കകത്ത് തന്നെ പലരും, ലെനിൻ എങ്ങനെയാണ് മരിച്ചെന്ന് ആർക്കും ഇന്നും അറിയില്ല. ലെനിനെ എങ്ങനെയാണ് ഇവർ കൊന്നെന്ന് അറിയില്ല. അതായത് വിഷം കൊത്തി കൊല്ലുക എന്നൊക്കെ പറയുന്നത് റഷ്യയിൽ, ചൈനയിൽ ഒക്കെ നടക്കുന്ന രീതികളാണ്, ജർമ്മനിയിൽ. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇപ്പൊ വന്നൊരു നിഗൂഢമായി മാറിയിരിക്കുന്നു. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ള ഉമേഷ് ബാബു സാറ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, നമ്മുടെ ചാനലിൽ നമ്മളത് കൊടുത്തതാണ്. ഉമേഷ് ബാബു സാർ പറഞ്ഞ ഒരു വാക്കാണ്, ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ കൊന്നാൽ നിങ്ങൾക്കെന്താ എന്നൊരു പ്രയോഗം ഉമേഷ് ബാബു സാറ് പറയുകയാണ്. അങ്ങനെ വരെ ഇവർ പറയും, ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ കൊന്നാൽ നിങ്ങൾക്കെന്താ? അവിടെയും ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, ഞങ്ങൾ സഖാവിനെ സ്നേഹിക്കുന്നു, കൊന്ന് സ്നേഹിക്കുന്നു. അത് നമുക്കറിയാം, കൊന്ന് സ്നേഹിക്കുമെന്നുള്ളത് ഏതാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള സമൂഹം. ഏതായാലും നമ്മള് മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ, നിഗൂഢതകളുടെ ഒരു കൂമ്പാരമായി ഈ മരണം. നമ്മൾ സംസാരിച്ചു വന്ന സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധി എന്ത് എന്ന് നമ്മൾ ആരംഭിച്ചുവെങ്കിൽ അവിടെ തന്നെ നമ്മൾ വീണ്ടും എത്തുന്നു. ഹൈക്കോടതിയുടെ വിധി CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം അത് സർക്കാരിൻ്റെ കരണത്ത് കിട്ടുന്ന ഒരു വലിയ പ്രഹരമായിരിക്കും. ആ പ്രഹരം ഉൾക്കൊള്ളുന്നതിന് അവർ മറ്റൊരു നിയമോപദേശം അവർ ഇപ്പോഴേ തേടിയിട്ടുണ്ടാകും. എന്തായിരിക്കും ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് അപ്പീൽ ഹൈക്കോടതി കൊടുക്കണോ അതേ സുപ്രീം കോടതി കൊടുക്കണോ എന്ന് അവർ തീരുമാനിക്കും. പക്ഷെ അവിടെയും ഈ മരണപ്പെട്ട ആൾ ഒരു വലിയ ഉദ്യോഗസ്ഥനാണെന്നും അതിൻ്റെ കൗണ്ടർ ഉണ്ടാവാതിരിക്കില്ല. ഇപ്പം നമുക്ക് കിട്ടിയ പറഞ്ഞു തന്നവർ അറിയാത്ത ചിലപ്പോൾ കൗണ്ടർ അതിനുണ്ടാകും. കാര്യം ഇങ്ങനെ ഗവൺമെന്റ് പോയാലും കാര്യം അവർക്ക് പറയാനൊരിതുണ്ട്, അവരൊരു വിധവയാണ്, അതിന്റെ പരിഗണന തീർച്ചയായിട്ടും കോടതിക്ക് കൊടുക്കേണ്ടി വരും. കോടതി കണ്ണുകെട്ടിയാണ് വിധി പ്രഖ്യാപിക്കുന്നെങ്കിലും കോടതിക്ക് നിയമമുണ്ട്, ന്യായമുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഈ ക്രിസ്മസിന് മുന്നേ തന്നെ ആ ഒരു ഷോക്കായിട്ടുള്ള, അത് എന്തായാലും നമുക്ക് ഷോക്കിംഗ് ആയിരിക്കും. CBI വരണമെന്ന് പറഞ്ഞാലും അതൊരു വലിയ വിജയമായതുകൊണ്ട് ഒരു ഷോക്കിംഗ് ആയിരിക്കും. ഒരു വേള മറ്റൊരു അന്വേഷണ സംഘത്തെ സർക്കാർ ഏർപ്പെടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകൾ സർക്കാർ കണ്ടുപിടിക്കാൻ ഒരു സമയം കൂടെ ഞങ്ങൾ തരുന്നു. അതിന്മേലുള്ള റിപ്പോർട്ട് മറ്റൊരു കേസ്, ഈ കേസ് ഡയറിയും ആ കേസ് ഡയറിയും പഠിക്കട്ടെ എന്ന് വേണമെങ്കിൽ കോടതിക്ക് പറയാൻ പറ്റും. അങ്ങനെയും വേണമെങ്കിൽ പറയാം. കാര്യം നമ്മളാരും ജഡ്ജസ് അല്ല. ഇതൊക്കെ നമ്മുടെ കേട്ടറിവും നമ്മൾ കണ്ടറിയുന്നതും നമ്മൾ ഈ രംഗത്ത് ഇങ്ങനെ കുറെ നാളായിട്ട് 3 മാസമായി ഇതിന്റെ പുറകെ നിൽക്കുന്നത് കൊണ്ടും നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ, സാമാന്യ ബുദ്ധിയിൽ തോന്നുന്നതും കേട്ടറിവുമാണ് പറയുന്നത്. എന്തായാലും നമ്മളിപ്പോഴും കേരള സമൂഹം ആവശ്യപ്പെടുന്നത് ഒരു നല്ല അന്വേഷണം, അല്ലെ? CBIയുടെ അന്വേഷണം. ഈ സർക്കാർ ഈ കുട്ടിക്കളി പോലെ എന്നെ പിച്ചി നോണ്ടി എന്ന് പറഞ്ഞിട്ട് അതിനും സുപ്രീം കോടതിയിൽ പോകുന്ന സർക്കാർ, അവരുടെ കൊലയാളികൾക്ക് വേണ്ടി നമ്മുടെ നികുതി പണം എടുത്ത് കോടതിയിൽ പോകുന്ന സർക്കാർ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അവരുടെ ഭാഗം, അവരുടെ തെമ്മാടികളെ രക്ഷിക്കാൻ അവർ ഏത് മറ്റം വരെയും പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ആ വിധി വളരെ വലുത് തന്നെയാണ്. നന്ദി, നമസ്കാരം.